ഏവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സഹായ അഭ്യർത്ഥനയുമായിട്ടാണ്. ആശാ കിരൺ പാലിയേറ്റീവ് കെയർ സെൻറ്റർ, പുത്തൻപുറം പുയ്യോ, പാമ്പാടി, കോട്ടയം. എന്താണ് ആശാ കിരൺ പാലിയേറ്റീവ് കെയർ സെൻറ്റർ എന്ന് ചെറിയ വാക്കുകളിൽ വിശദീകരിക്കാം. 2014 മാർച്ച് 1 മുഖ്യമന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി ഉദ്ഘാടനം നിർവഹിച്ച ആശാ കിരൺ പാലിയേറ്റീവ് കെയർ സെൻറ്റർ ഭംഗിയായ രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. അവശരും ആലംബഹീനരുമായ കിടപ്പ് രോഗികളാണ് ഇവിടുത്തെ അന്തേവാസികൾ. കേവലം 5 രോഗികളുമായി ആരംഭിച്ച ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ 32 പേരുണ്ട്. 14 വയസ്സ് മുതൽ 95 വയസ്സ് വരെയുള്ളവർ ആണ് ഇവിടെയുള്ളത്. പ്രായത്തിൻ്റെതായ അവശതയുള്ളവർ, സ്ട്രോക്ക് വന്ന് ഒരു വശം തളർന്നു പോയവർ, വീൽ ചെയറിൽ പരിക്ക് പറ്റിയവർ, ക്യാൻസർ ബാധിതർ, പോളിയോ മൂലം വൈകല്യമുണ്ടായവർ, പ്രമേഹ രോഗം മൂർച്ഛിച്ച് കാലുകൾ മുറിച്ചു മാറ്റിയവർ എന്നിങ്ങനെ വിവിധ രോഗങ്ങളുള്ളവരാണ് ഇവർ. ഇവരുടെ പരിചരണത്തിനായി 5 നഴ്സുമാർ പൂർണ്ണ സമയവും 3 പേർ ഭാഗികമായും സേവനം നടത്തുന്നു. രോഗികളെ പ്രവേശിപ്പിക്കുമ്പോഴോ പിന്നീടോ അവരിൽ നിന്നും സാമ്പത്തികം ഒന്നും തന്നെ സ്വീകരിക്കാറില്ല. ബന്ധുക്കൾ മനസ്സോടെ തരുന്ന സംഭാവനകളും സന്മനസ്സുള്ള ആൾക്കാരുടെ സഹകരണവും കൊണ്ടാണ് ഈ പ്രസ്ഥാനം നടന്നു പോകുന്നത്. ഒരു മാസം ഏകദേശം 2 ലക്ഷം രൂപയോളമാണ് ഇതിന്റെ ചെലവ് വരുന്നത്. ഇപ്പോഴും ധാരാളം പേർ പ്രവേശനത്തിന് വേണ്ടി തിരക്കുന്നുണ്ടെങ്കിലും ഇടയില്ലാത്തതിനാൽ എടുക്കുവാൻ സാധിക്കുന്നില്ല. ഇപ്പോഴുള്ള കെട്ടിടത്തിന് മുകളിൽ ഒരു നില കൂടി പണിയുവാൻ തീരുമാനിച്ച് പണി തുടങ്ങിയെങ്കിലും സാമ്പത്തിക ഞെരുക്കം മൂലം ഇടയ്ക്ക് വെച്ച് നിർത്തിവെക്കേണ്ടി വന്നു. സുമനസ്സുകളായ ആൾക്കാരുടെ സഹായമുണ്ടെങ്കിലേ പണി മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. കോവിഡ് കാലഘട്ടത്തിൽ ജർമ്മനിയിൽ നിന്നും 15 ഓക്സിജൻ കോൺസെൻട്രേറ്റുകൾ ആശാകിരണിന് ലഭിക്കുകയുണ്ടായി. ഇത് ശ്വാസമുട്ട് അനുഭവിക്കുന്ന ധാരാളം പേർക്ക് പ്രയോജനപ്പെട്ടു. ഇപ്പോഴും പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആശാകിരണിന്റെ ഭാഗമായി വെൽനസ് ക്ലിനിക്ക്, ക്രൈസിസ് മാനേജ്മെന്റ് സെല്ല് എന്നിങ്ങനെ 2 ശുശ്രൂഷകൾ കൂടി നടക്കുന്നുണ്ട്. ഇപ്പോൾ തുടങ്ങി വച്ചിരിക്കുന്ന 2ാം നിലയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സാമ്പത്തിക ഞെരുക്കം മൂലം തടസ്സപ്പെട്ടിരിക്കുകയാണ് എന്ന് ഞാൻ മുൻപേ പറഞ്ഞുവല്ലോ. അനേകം രോഗികളായിട്ടുള്ള നിർധനർക്ക് താങ്ങും കരുതലുമായിട്ടുള്ള ഈ ഒരു പ്രസ്ഥാനത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തെ നിങ്ങൾക്ക് എങ്ങനെ സഹായിക്കാം എന്നിവിടെ വിവരിക്കാം. 1ാം നിലയിൽ 3 ഡോർമെട്രികളാണ് ഉള്ളത്. 20 ലക്ഷം രൂപയാണ് ചിലവ് വരുന്നത്. അത് നൽകി നിങ്ങൾക്ക് ഇതിനെ സഹായിക്കാം. 3 ഡോർമെട്രികളിൽ 13 റൂം സ്പേസ് ആണ് വരുന്നത്. ഒരു റൂമിന് 4.5 ലക്ഷം രൂപയാണ് ചിലവാകുന്നത്. അത് തന്ന് സഹായിക്കുന്നതിലൂടെ ഈ നിർമ്മാണ പ്രവർത്തനത്തെ നിങ്ങൾക്ക് സഹായിക്കാം. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ കമ്പി, സിമെന്റ്, കട്ട, പെയിന്റ്, ഇലക്ട്രിക്കൽ ഐറ്റംസ്, പ്ലംബിംഗ് ഐറ്റംസ് എന്നിവ തന്ന് ഇതിനെ സഹായിക്കാം. കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ ഹോസ്പിറ്റൽ ബെഡ്, വീൽ ചെയർ, സർജിക്കൽ ഉപകരണങ്ങൾ ഇവ നൽകുന്നതിലൂടെ നിങ്ങൾക്ക് ഈ പ്രവർത്തനത്തെ സഹായിക്കാം. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിനുള്ള ചെലവ് നിങ്ങൾക്ക് ഇങ്ങനെ സ്പോൺസർ ചെയ്യാവുന്നതാണ്. 1 സ്ക്വയർ ഫീറ്റ് സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ അതിന് 2000 രൂപയാണ് ചിലവാകുന്നത്. അഥവാ നിങ്ങൾ 50 സ്ക്വയർ ഫീറ്റാണ് സ്പോൺസർ ചെയ്യുന്നതെങ്കിൽ അതിന് 1 ലക്ഷം രൂപയാണ് ചിലവാകുന്നത്. ഒരു റൂം സ്പേസ് നിങ്ങൾ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ അതിന് 4.5 ലക്ഷം രൂപയാണ് ചിലവാകുന്നത്. ഒരു ഹോസ്പിറ്റൽ ബെഡാണ് നിങ്ങൾ സ്പോൺസർ ചെയ്യുന്നതെങ്കിൽ അതിന് 30,000 രൂപയാണ് ചിലവാകുന്നത്. ഒരു റൂം സ്പേസും അതിൻ്റെ ബെഡും കൂടിയാണ് നിങ്ങൾ സ്പോൺസർ ചെയ്യുന്നതെങ്കിൽ അതിന് 6 ലക്ഷം രൂപയാണ് ചിലവാകുന്നത്. ഒരു ബ്ലോക്കാണ് നിങ്ങൾ സ്പോൺസർ ചെയ്യുന്നതെങ്കിൽ അതിന് 20 ലക്ഷം രൂപയാണ് ചിലവാകുന്നത്. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിലുപരി ഇതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെയും നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാവുന്നതാണ്. ഒരു പ്രഭാത ഭക്ഷണം സ്പോൺസർ ചെയ്യുന്നതിന് 3000 രൂപയാണ് ചിലവാകുന്നത്. ഒരു ദിവസത്തെ ഉച്ചഭക്ഷണമാണ് നിങ്ങൾ സ്പോൺസർ ചെയ്യുന്നതെങ്കിൽ അതിന് 5000 രൂപയാണ് ചിലവാകുന്നത്. ഒരു ദിവസത്തെ സ്നാക്സ് ആണ് നിങ്ങൾ സ്പോൺസർ ചെയ്യുന്നതെങ്കിൽ അതിന് 1000 രൂപയും, അഥവാ ഡിന്നറാണ് നിങ്ങൾ സ്പോൺസർ ചെയ്യുന്നതെങ്കിൽ അതിന് 5000 രൂപയും, ഒരു ദിവസത്തെ മുഴുവൻ ഫുഡാണ് നിങ്ങൾ സ്പോൺസർ ചെയ്യുന്നതെങ്കിൽ അതിന് 14,000 രൂപയുമാണ് ചിലവാകുന്നത്. ഇവിടുത്തെ രോഗികൾക്ക് ആവശ്യമായ ഡൈപ്പേഴ്സും ഗ്ലൗസും സർജിക്കൽ മാസ്കും ഒക്കെയും നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാവുന്നതാണ്. ഒരു മാസം 50,000 രൂപ അതിനുവേണ്ടി ചിലവാകുന്നതാണ്. അഥവാ നിങ്ങൾ ഒരു വർഷത്തേക്കാണ് സ്പോൺസർ ചെയ്യുന്നതെങ്കിൽ ഏകദേശം 6 ലക്ഷം രൂപയിൽ ആ സ്പോൺസർഷിപ്പ് ചെയ്യാവുന്നതാണ്. ചെറുതോ വലുതോ ആയിട്ടുള്ള ഏത് തുകയും അയക്കുവാനായി ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന അക്കൗണ്ടിലേക്കാണ് നിങ്ങൾ പൈസ അയക്കേണ്ടത്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൃത്യമായി എഴുതിയിരിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് കൂടുതലായി എന്തെങ്കിലും വിവരം അറിയുവാൻ ആഗ്രഹമുള്ളവർ ഇതിൻ്റെ കോർഡിനേറ്ററായ മിസ്റ്റർ ബാബു സക്കറിയയെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ നമ്പർ. കൂടുതൽ വിവരങ്ങൾക്ക് പാമ്പാടി പുത്തമ്പുറത്തുള്ള ദേറായിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ
സുമനസ്സുകളായ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുന്നതിലൂടെ ഈ നിർമ്മാണ പ്രവർത്തനത്തിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഈ പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട വിൻസെൻ്റ് വർഗീസ് അച്ഛൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.